ഈ കേസിനെ അട്ടിമറിക്കേണ്ടത് ആരുടെ ആവശ്യമാണോ അവർക്ക് വേണ്ടി പെരുമാറുന്നവനെ പോലെ ആ അന്വേഷണ സംഘത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ പെരുമാറി എന്ന് പറഞ്ഞാൽ ഒരു സംശയവും വേണ്ട, അയാൾക്കെതിരായി നടപടിയെടുക്കാൻ കർണാടക ഗവൺമെന്റ് അടിയന്തരമായി മുന്നോട്ട് വരണം. ആ അന്വേഷണ സംഘത്തിനകത്ത് ഒരാൾ, അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡുകളെ സംബന്ധിച്ചൊക്കെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ആളുകൾ പറയുന്ന ഒരു ഷെയ്ഡി ക്യാരക്ടറാണ് ആ ഇൻസ്പെക്ടർ എന്നുള്ള തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിന്റെ ട്രാക്ക് തെറ്റിക്കുന്നതിന് വേണ്ടി ഇതിന്റെ പിറകിൽ കേരളത്തിൽ നിന്നുള്ള ശക്തികളാണ്, ഇസ്ലാം മതവിശ്വാസിയായിട്ടുള്ള ഒരാളാണ് എന്നൊക്കെ തരത്തിൽ ഇതിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ധർമ്മസ്ഥലയിലെ വെളിപ്പെടുത്തലിന് ശേഷം ഇപ്പോൾ ഏതാനും ദിവസങ്ങളായിട്ട് അവിടെ ഏർപ്പെടുത്തിയിട്ടുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വളരെ സ്തുത്യർഹമായ നിലയിലുള്ള അന്വേഷണം ഏറെ വിശ്വാസയോഗ്യമായ നിലയിൽ നടത്തി വരികയാണ്. എന്നാൽ ഇന്ന് പുറത്തു വരുന്ന വാർത്തകൾ അത്രമാത്രം നമ്മളെ സന്തോഷിപ്പിക്കുന്നതല്ല, അത്രമാത്രം ആശ്വസിപ്പിക്കാൻ വക നൽകുന്നതുമല്ല. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ, ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ഉൾപ്പെടുന്ന 24 പേരാണ് പ്രധാനപ്പെട്ട പോലീസ് ഓഫീസർമാരായിട്ടുള്ളത്. അതിൽ ഒരു ഇൻസ്പെക്ടർ, മഞ്ജുനാഥ ഗൗഡ എന്ന് പറയുന്ന ഒരു ഇൻസ്പെക്ടർ സാക്ഷിയായിട്ടുള്ള ഭീമിനെ ഭീഷണിപ്പെടുത്തുകയും മാറ്റി നിർത്തി അയാളോട് വളരെ ശക്തമായ നിലയിൽ ആവശ്യപ്പെടുകയും അയാളെ തൻ്റെ ഫോണിൽ നിന്ന് ഈ അന്വേഷണത്തെ ഗതി തിരിച്ചു വിടുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഇതിനെ വലിയ തോതിൽ അട്ടിമറിക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ചിത്രീകരിക്കുകയും ചെയ്തു എന്നാണ് ഏറ്റവും അവസാനമായി പുറത്തു വന്ന വാർത്ത. ഇത് വലിയ തോതിൽ കോളിളക്കം ഉണ്ടാക്കിയിട്ടുണ്ട്. കർണാടകയിലാകെ തന്നെ ഈ വിഷയത്തെ വളരെ ഗൗരവമായി കാണുന്ന, ഇന്ത്യയിലെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള പ്രതികരണങ്ങൾ വരുന്നത് അതിശക്തമായിട്ടുള്ള നടപടി ഇതിനെതിരായിട്ട് ഉണ്ടാകണം എന്നുള്ള തരത്തിലാണ്. ഈ മഞ്ജുനാഥ ഗൗഡ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന് ശാരീരികമായി ചില പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഈ വീഡിയോ എടുത്തതിന് ശേഷം അദ്ദേഹം പെട്ടെന്ന് തന്നെ ബംഗളൂരുവിലേക്ക് പോയി എന്ന വാർത്തയുമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് വലിയ കോളിളക്കമുണ്ടാക്കിയ വലിയ പ്രമാദമായ ഒരു കേസന്വേഷണമാണ് കർണാടകയിൽ നടക്കുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഇത്രയും ഭീകരമായിട്ടുള്ള ക്രൈം, സീരിയൽ ഓഫ് കില്ലിങ്സ് അല്ലെങ്കിൽ സീരിയൽ ഓഫ് ബറിയൽ നടന്ന, ഇത്രമാത്രം ഞെട്ടിക്കുന്ന വാർത്തകൾ പുറത്തു വന്ന മറ്റൊരു ക്രൈം സ്റ്റോറി ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ആ കുറ്റകൃത്യങ്ങളുടെ നീണ്ട നിര, പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന ആ കുറ്റകൃത്യങ്ങളുടെ നീണ്ട നിരയുടെ അന്വേഷണമാണ് ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പ്രണബ് മൊഹന്തി എന്ന് പറയുന്ന കർണാടകയിലെ DGPയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ അന്വേഷണം ഇതാവശ്യപ്പെട്ട അവിടുത്തെ ജസ്റ്റിസ് ഫോർ സൗജന്യ എന്ന് പറയുന്ന ആക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹികളും ഈ സാക്ഷിയോടൊപ്പമുള്ള അഭിഭാഷകർക്കും വളരെ തൃപ്തികരമായ നിലയിൽ മുമ്പോട്ട് പോകുമ്പോഴാണ് ഏറെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള വെളിപ്പെടലുകൾ അവിടുന്ന് കുഴിച്ചെടുക്കുമ്പോൾ അസ്ഥികൂടങ്ങൾ ഉൾപ്പെടെ, തലയോട്ടികൾ ഉൾപ്പെടെ, വസ്ത്രങ്ങളും പാൻ കാർഡും അതുപോലെ തന്നെ മറ്റ് ATM കാർഡും ഒക്കെ കണ്ടെത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയി. പല വിവരങ്ങളും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ വിഷയത്തിന്റെ ഗൗരവം അത്രമാത്രം ഉള്ളത് കൊണ്ട് തന്നെ പുറത്തേക്ക് നൽകുന്നില്ല. എങ്കിലും കർണാടകയിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരം എന്ന് പറയുന്നത് കൂടുതൽ മൃതശരീരങ്ങളുടെ അവശിഷ്ടങ്ങൾ എന്നുള്ള നിലയിൽ അസ്ഥികൂടങ്ങളും തലയോട്ടികളും ഒക്കെ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ്. അപ്പൊ അങ്ങനെ അന്വേഷണം കൃത്യമായ ദിശയിൽ മുന്നോട്ട് പോകുമ്പോൾ തന്നെ അത് അട്ടിമറിക്കുന്നതിന് വേണ്ടി പല കോണുകളിൽ നിന്നായി ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന്റെ ട്രാക്ക് തെറ്റിക്കുന്നതിന് വേണ്ടി ഇതിന്റെ പിറകിൽ കേരളത്തിൽ നിന്നുള്ള ശക്തികളാണ്, അതുപോലെ തന്നെ ഇസ്ലാം മതവിശ്വാസിയായിട്ടുള്ള ഒരാളാണ് എന്നൊക്കെ തരത്തിൽ ഇതിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാളൊക്കെ ഞെട്ടിക്കുന്നത്, അതൊക്കെ രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങളാണ് എന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാൻ കഴിയുമെങ്കിലും, പക്ഷേ പാളയത്തിനകത്ത് തന്നെ അല്ലെങ്കിൽ കപ്പലിൽ തന്നെ കള്ളൻ ഉള്ളതുപോലെ ആ അന്വേഷണ സംഘത്തിനകത്ത് ഒരാൾ, അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡുകളെ സംബന്ധിച്ചൊക്കെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ആളുകൾ പറയുന്ന ഒരു ഷെയ്ഡി ക്യാരക്ടറാണ് ആ ഇൻസ്പെക്ടർ എന്നുള്ള തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള നടപടി എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഇന്ത്യയുടെ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ചരിത്രത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു കുറ്റകൃത്യത്തെ പിന്തുടരുന്ന ഒരു സംഘാംഗം എന്നുള്ള നിലയിൽ, പോലീസ് സർവീസിലുള്ള ഒരു സൈനികൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ സേവന ചട്ടങ്ങളോടോ അല്ലെങ്കിൽ അതിന്റെ എത്തിക്സിനോടോ യോജിക്കാത്ത തരത്തിലുള്ള ഒരു പെരുമാറ്റമാണ് ഈ നിക്ഷിപ്ത താല്പര്യക്കാർക്ക് വേണ്ടി ചെയ്തത് എന്ന് കാണാതിരുന്നുകൂടാ. ഈ കേസിനെ അട്ടിമറിക്കേണ്ടത് ആരുടെ ആവശ്യമാണോ അവർക്ക് വേണ്ടി പെരുമാറുന്നവനെ പോലെ ആ അന്വേഷണ സംഘത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ പെരുമാറി എന്ന് പറഞ്ഞാൽ ഒരു സംശയവും വേണ്ട,
അയാൾക്കെതിരായി നടപടിയെടുക്കാൻ കർണാടക ഗവൺമെന്റ് അടിയന്തരമായി മുന്നോട്ട് വരണം. ആ ഫോൺ റെക്കോർഡ് ചെയ്ത ഫോൺ, വീഡിയോ ഷൂട്ട് ചെയ്ത ഫോൺ അടിയന്തരമായി സീസ് ചെയ്യണം കർണാടക പോലീസ്. ആ അന്വേഷണ സംഘത്തിൽ നിന്ന് അയാളെ എത്രയും പെട്ടെന്ന് പുറത്താക്കി സർവീസ് ചട്ടങ്ങൾ പ്രകാരം അതുപോലെ തന്നെ മറ്റ് ക്രിമിനൽ കുറ്റം ഉൾപ്പെടെ ചുമത്തിക്കൊണ്ട് ആ പോലീസ് ഉദ്യോഗസ്ഥനെതിരായി അയാൾ കാട്ടിയ നീതികേടിനെതിരായി അയാൾ കാട്ടിയ നിയമലംഘനത്തിനെതിരായിട്ടുള്ള അച്ചടക്ക നടപടി ഉൾപ്പെടെ കുറ്റകൃത്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്ന് വരികിൽ അതിനാവശ്യമായ നിയമ നടപടികൾ ഉൾപ്പെടെ പ്രോസിക്യൂഷൻ നടപടികൾ ഉൾപ്പെടെ ചെയ്യുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആക്ഷൻ കമ്മിറ്റി, കേരളത്തിൽ പ്രവർത്തിക്കുന്ന ജസ്റ്റിസ് ഫോർ ധർമ്മസ്ഥല വിക്ടിംസ് ആക്ഷൻ കമ്മിറ്റി കേരള എന്നതിന്റെ പേരിൽ അതിന്റെ ഭാരവാഹികൾ ഉൾപ്പെടെ ഇന്ന് സംസ്ഥാന മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ ഉൾപ്പെടെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ഉൾപ്പെടെ നിയമമന്ത്രി പരമേശ്വർ ഉൾപ്പെടെയുള്ള താഴോട്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള DGP തലത്തിൽ വരെയുള്ള ഉദ്യോഗസ്ഥർക്ക് നിയമമന്ത്രിക്കൊക്കെ ഇമെയിൽ സന്ദേശം അയച്ചിട്ടുണ്ട്. ഈ കേസിന്റെ അന്വേഷണം മുന്നോട്ട് പോകേണ്ടത്, അതിന്റെ വിശ്വാസ്യത നിലനിർത്തേണ്ടത് അത് ഈ അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ്. അതോടൊപ്പം തന്നെ ഇത്രയും നീണ്ട കാലയളവിൽ നടന്ന ഈ പറയുന്ന സീരിയൽ കില്ലിങ്സ് അല്ലെങ്കിൽ മാസ് ബറിയൽ എന്നൊക്കെ പറയാവുന്ന തരത്തിൽ ടാഗ് ലൈനിൽ പ്രത്യക്ഷപ്പെടുന്ന ധർമ്മസ്ഥലയിലെ ഈ നിഷ്ഠൂരമായിട്ടുള്ള നടപടികൾക്ക് അത് അവസാനിപ്പിക്കാനും അത് നടത്തിയവർക്കെതിരായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കാനും ആവശ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഈ അന്വേഷണം സ്തുത്യർഹമായ നിലയിൽ നടത്തി വന്ന SIT-യുടെ തുടർന്നുള്ള പ്രവർത്തനത്തെ ബാധിക്കാതിരിക്കാൻ ഈ നടപടി അനിവാര്യമാണ് എന്നാണ് കേരളത്തിൽ നിന്നുള്ള ആക്ഷൻ കമ്മിറ്റി എന്നുള്ള നിലയിൽ, അതിന്റെ ഭാരവാഹി എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് എത്രയും പെട്ടെന്ന് സ്വീകരിക്കാൻ കർണാടക ഗവൺമെന്റ് മുന്നോട്ട് വരണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.